ഹായ് ഫ്രണ്ട്സ്, രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാവരും സദയം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് അരി എടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയാണ് അത്. പിന്നെ 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, സാദാ ജീരകമില്ലേ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര കേട്ടോ, ഈസ്റ്റ്, 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് അരിക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടും ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചോറ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ തേങ്ങ ഇട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, അതിൽ ബ്ലാക്ക്, കാരണം ഞാൻ മിക്സിയിലിട്ടിട്ടാണ് തേങ്ങ ചിരകി എടുത്തിരിക്കുന്നത്, മിക്സിയിലിട്ട് അടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ തേങ്ങ പൂളി എടുത്തപ്പോൾ അതിന് അടിയിലെ ആ ബ്ലാക്ക് കളറുണ്ടല്ലോ, അത് ഞാൻ ചെത്തി മാറ്റിയില്ലായിരുന്നു. ഞാൻ ഈ അപ്പത്തിന് വേണ്ടിയിട്ട് ചിരകി വെച്ചതല്ല, അതിന് മുന്നേ ചിരകി വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്പത്തിൻ്റെ മുകളിൽ അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് ചിരകി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല വെള്ള കളറിൽ അപ്പം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ മട്ട റൈസായിരുന്നു ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ അപ്പത്തിൻ്റെ കളറ് മാറ്റും. വട്ടയപ്പത്തിൻ്റെ വെള്ള കളറിലെ അപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വെള്ള കളറിലെ തേങ്ങയും അതുപോലെ തന്നെ റൈസും ഒക്കെ ഇട്ട് കൊടുക്കണേ. ഇനി ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് ജസ്റ്റ് മൂടി വയ്ക്കുന്നുണ്ടേ. പെട്ടെന്ന് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൊണ്ട് നല്ലവണ്ണം ഒന്ന് ചുറ്റി എയറൊന്നും കയറാത്ത രീതിയിലാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഈ ഒരു അരിയൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാൻ രാവിലെയാണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരം വെളുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ നേരം വെളുത്തു, രാവിലെ 7 മണി. നല്ല തണുപ്പാണ് പുറത്ത് കേട്ടോ, ഒട്ടും സഹിക്കാൻ വയ്യ, അമ്മാതിരി തണുപ്പുണ്ട് പുറത്ത്. നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവൊക്കെ കണ്ടില്ലേ, നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അധികം തവിയിട്ട് കുത്തി കുഴക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാ ഒരു വട്ടത്തിലുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം ഓയിൽ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഓയിൽ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണയല്ലെന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും മതി. ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ആ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ടേ. ശേഷം നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെരുവ് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു വയർ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വയർ സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ടോ മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊന്നും തന്നെ ഇടുന്നില്ല, വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി മൊത്തം ഞാൻ എടുത്ത് ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഉണ്ടെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷേ ഒന്നുമില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എന്താ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം എടുത്തു കേട്ടോ. നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഒരു കത്തി വെച്ചിട്ടാണ് കുത്തി നോക്കിയത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് കുത്താം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഫ്ലിപ്പ് ചെയ്തെടുക്കാം.
കണ്ടില്ലേ, ഞാൻ ആ തേങ്ങയുടെ അങ്ങനെ തന്നെ ആ ബ്ലാക്ക് കളർ കിടപ്പുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയ ഈ മണ്ടത്തരം ആവർത്തിക്കില്ല. അപ്പോൾ വട്ടയപ്പമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടി, നല്ല ടേസ്റ്റും ആയിരുന്നു. ജീരകത്തിൻ്റെ ഏലക്കയുടെയും ആ മധുരവും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വട്ടയപ്പം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്, ഒന്ന് കയറി കാണുക. നമുക്കത് മുറിച്ച് നോക്കാം. അപ്പോൾ കുറച്ചൊരു പശപ്പുള്ള അരിയായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു പശവശപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ചൂടോടെ മുറിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും, കാരണം ഈ വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. അതിൻ്റെ ധൃതിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പകുതി മുറിഞ്ഞ് വന്നുമില്ല, ഒരു നല്ല സോഫ്റ്റായ അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.